കല്ലു. പണ്ട് കാടിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ സുർജിത്ത് എന്ന ദയാലുവായ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന വളരെ നല്ലവനായ കൃഷിക്കാരനായിരുന്നു സുർജിത്ത്. അദ്ദേഹം മൃഗങ്ങളെയും വളരെ സ്നേഹത്തോടെ കണ്ടിരുന്നു. കഠിനാധ്വാനിയായ അയാൾ എപ്പോഴും മികച്ച വിളകൾ വളർത്തിയിരുന്നു. എല്ലാ ദിവസവും രാവിലെ സുർജിത്ത് തൻ്റെ പാടത്തേക്ക് പോകും. വളരെ ശ്രദ്ധയോടെ തൻ്റെ ചെടികളെ പരിപാലിക്കുകയും ചെയ്യും. അടുത്തുള്ള കാട്ടിൽ നിന്നുള്ള മൃഗങ്ങൾ ദൂരെ നിന്ന് ഇതെല്ലാം നോക്കിക്കാണും. അവിടെ ഒരു കൂട്ടം വികൃതികളും എന്നാൽ നല്ലവരുമായ കുരങ്ങുകൾ ഉണ്ടായിരുന്നു. അവർ പലപ്പോഴും മരത്തിലിരുന്ന് കർഷകന്റെ ജോലി നോക്കുകയും തമ്മിൽ സംസാരിക്കുകയും ചെയ്യും. വികൃതികളാണെങ്കിലും അവർ കർഷകനെ ബഹുമാനിച്ചിരുന്നു. അയാളുടെ വിളകൾക്ക് ഒരു ദോഷവും വരുത്തിയില്ല. ഒരു വേനൽക്കാലത്ത് സുർജിത്തിന് അസാധാരണമായ ഒരു പ്രശ്നം നേരിട്ടു. എപ്പോഴും സമൃദ്ധമായ പച്ചക്കറികളും ധാന്യങ്ങളും നിറഞ്ഞ അവൻ്റെ വയലുകൾ ഒരു കൂട്ടം ഞണ്ടുകളാൽ നശിപ്പിക്കപ്പെട്ടു. വലുതും വേഗമേറിയതുമായ ഈ ഞണ്ടുകൾ രാത്രിയിൽ അടുത്തുള്ള നദിയിൽ നിന്ന് വരികയും അവൻ്റെ വിളകൾ നശിപ്പിച്ചു പോവുകയും ചെയ്തിരുന്നു. ഭയപ്പെടുത്താനോ കെണിയൊരുക്കാനോ അയാൾ എത്ര ശ്രമിച്ചിട്ടും ഞണ്ടുകൾ എല്ലായ്പ്പോഴും രക്ഷപ്പെടുകയും മടങ്ങുകയും ചെയ്യുന്നതായി തോന്നി. തൻ്റെ കഠിനാധ്വാനം നശിച്ചതിൽ നിരാശനായ കർഷകന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു ദിവസം പകുതി തിന്ന പച്ചക്കറികളിലേക്ക് നോക്കുമ്പോൾ തൻ്റെ വിളകളെ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ അയാൾ ഉറക്കെ കരഞ്ഞു. കുരങ്ങന്മാരുടെ കൂട്ടം അയാളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് അയാൾ അറിഞ്ഞില്ല. കുരങ്ങന്മാരുടെ നേതാവ് കർഷകൻ വിഷമിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു ആശയം കൊണ്ടുവന്നു. അന്ന് ഉച്ചയ്ക്ക് സുർജിത്ത് തൻ്റെ വയലിൽ പണിയെടുക്കുമ്പോൾ കുരങ്ങന്മാർ മരത്തിൽ നിന്ന് ചാടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആദ്യം അയാൾ ഞെട്ടി. പക്ഷേ കുരങ്ങുകൾ ഞണ്ടുകൾ താമസിക്കുന്ന നദീതീരത്തേക്ക് ആംഗ്യം കാണിച്ച് മുകളിലേക്കും താഴേക്കും ചാടാൻ തുടങ്ങി. സുർജിത്ത് ആകാംക്ഷയോടെ നോക്കി നിന്നു. കുരങ്ങന്മാർ ഞണ്ടുകളുടെ ചലനങ്ങൾ അനുകരിച്ചുകൊണ്ട് ഞണ്ടുകൾ വരുന്ന സ്ഥലങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങൾ മിടുക്കന്മാർ തന്നെ, അയാൾ പറഞ്ഞു. ഞണ്ടുകൾ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താൻ നിങ്ങൾ എന്നെ സഹായിക്കുന്നു. പിന്നീടുള്ള ഏതാനും രാത്രികളിൽ അയാൾ ഉണർന്നിരുന്നു. കുരങ്ങന്മാരുടെ സഹായത്തോടെ ഞണ്ടുകളുടെ വഴികൾ വടികളും തടയണകളും ഉപയോഗിച്ച് തടഞ്ഞ് അവ തൻ്റെ വയലിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞു. എന്നാൽ പുതിയ വഴികൾ കണ്ടെത്തി എത്തി. കുരങ്ങന്മാർക്ക് മറ്റൊരു ആശയം തോന്നി. അവർ അടുത്തുള്ള മരങ്ങളിലിരുന്ന് വലിയ തേങ്ങകൾ കൃത്യതയോടെ ഞണ്ടുകളുടെ മുൻപിൽ ഇടാൻ തുടങ്ങി. തേങ്ങകൾ വീഴുന്നത് കണ്ട് ഭയന്ന ഞണ്ടുകൾ വയലിൽ പോകാതെ തിരികെ നദിയിലേക്ക് പോകും. പക്ഷേ അതെപ്പോഴും സാധ്യമാകുന്ന ആശയമല്ലാത്തതിനാലും ഞണ്ടുകളുടെ നേതാവായ കല്ലു എന്ന വലിയ ഞണ്ട് എങ്ങനെയും വയലിൽ കടന്ന് വിള നശിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനാൽ കർഷകനും കുരങ്ങന്മാരും ചേർന്ന് പുതിയ ഒരു ആശയം കണ്ടെത്തി. അവർ വടിയും വള്ളികളും കൊണ്ട് ഒരു വലയുണ്ടാക്കി കാത്തിരുന്നു. രാത്രിയിൽ കല്ലു വയലിലേക്ക് പോയപ്പോൾ കുരങ്ങന്മാർ നിശബ്ദമായിരുന്നു. അങ്ങനെ കർഷകൻ ആ ഞണ്ടിനെ വലയിലാക്കി. നീയാണ് എൻ്റെ വിളകൾ നശിപ്പിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. സുർജിത്ത് ആ ഞണ്ടിനെ ഉപദ്രവിക്കുന്നതിന് പകരം കല്ലുവിനെ തിരികെ വയലിലേക്ക് മടങ്ങാൻ കഴിയാത്ത വിധം നദിയുടെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിട്ടു. തങ്ങളുടെ നേതാവ് പോകുന്നത് കണ്ട് ബാക്കി ഞണ്ടുകളും അവൻ്റെ പിറകെ പോയി. അന്നു മുതൽ സുർജിത്തിന്റെ വിളകൾ ഒരു കുഴപ്പവുമില്ലാതെ വളർന്നു. കുരങ്ങുകൾ അവന്റെ സുഹൃത്തുക്കളായി. ദിവസവും രാവിലെ കുരങ്ങുകളുടെ സഹായത്തിന് നന്ദി പറയാൻ കർഷകൻ ഒരു കൂട്ട വാഴപ്പഴങ്ങളും വേറെ പഴങ്ങളുമെല്ലാം തൻ്റെ വയലിൻ്റെ അരികിൽ ഉപേക്ഷിക്കും. മിടുക്കരായ കുരങ്ങുകൾ കർഷകന്റെ വിളകൾ സംരക്ഷിച്ചത് എല്ലാവരും അത്ഭുതത്തോടെ പറയാൻ തുടങ്ങി. ഞണ്ടുകൾ വയലിൽ നിന്ന് വളരെ അകലെ ഒരു പുതിയ വീട് കണ്ടെത്തി. സഹായികൾ എത്ര ചെറുതായാലും വലുതായാലും ദയയ്ക്കും കൂട്ടായ പ്രവർത്തനത്തിനും ഏറ്റവും വിഷമകരമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയും. Thank you. Subscribe.